ടു സ്റ്റുഡൻസ്. എടാ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അനൗൺസ്മെന്റ് എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ മോഡൽ എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ അതിന്റെ കറക്റ്റ് ഫോമാറ്റ് എഴുതേണ്ട ഫോമാറ്റ് ആണ് മിസ് ഈ ഒരു വീഡിയോയിലോട് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും വെൽക്കം ടു ആർക്കെ ക്ലാസ്സസ്. എല്ലാവരും വേഗം തന്നെ ഇപ്പൊ തന്നെ പോയിട്ട് വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയില്ല കേട്ടോ. അപ്പൊ നമുക്ക് പലതരത്തിലുള്ള അനൗൺസ്മെന്റുകൾ വരാം. ഒന്നെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ് നടക്കുന്നുണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കുന്ന രീതിയിലുള്ള ഒരു അനൗൺസ്മെന്റ്, ആ ഒരു രീതിയിൽ വരാം. ഇനി നമ്മളൊരു പ്രോഗ്രാം നടക്കുമ്പോൾ തുടക്കത്തിൽ നമ്മൾ സ്പീച്ച് ഒക്കെ നടത്തൂലെ, വെൽക്കം സ്പീച്ച്, ഇൻട്രൊഡക്ടറി സ്പീച്ച് ഒക്കെ നടത്തൂലെ, അതുപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇവന്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള അനൗൺസ്മെന്റ് ചോദിക്കാം. അപ്പൊ പലതരത്തിലുള്ള അനൗൺസ്മെന്റ് ചോദിക്കാറുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഇവന്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്, ഇപ്പൊ നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലും ഒരു ആനുവൽ ഡേ പ്രോഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ നടക്കുന്നുണ്ട്, അതിന് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണെന്ന് വിചാരിക്കാം. സോ അതെങ്ങനെയാണ് നമ്മൾ എഴുതാം? അതിന് നമ്മളൊരു ടോപ്പിക് അല്ലെങ്കിൽ ഇവന്റ് നെയിം കൊടുക്കാം, എന്നിട്ട് ഡേറ്റ് എന്ന് എഴുതിയിട്ട് നടക്കുന്ന ദിവസം എഴുതാം, ടൈം എന്ന് കൊടുത്തിട്ട് ഏത് ടൈം ആണോ ആ പ്രോഗ്രാം നടക്കുന്നത് അത് എഴുതാം, ആൻഡ് വെന്യൂ. വെന്യൂ എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്ലേസ് ആണ് അല്ലെ, നടക്കുന്ന സ്ഥലം. ഇപ്പൊ സ്കൂൾ ഓഡിറ്റോറിയം ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാൾ ആയിരിക്കാം. സോ ഏതാന്നുള്ളത് എഴുതാം. എന്നിട്ട് ദിസ് ഈസ് ടു നോട്ടിഫൈ ഓൾ dash that and dash will be held on the above mentioned date and time. അപ്പൊ എന്തിനെ പറ്റി, എന്ത് ഇവന്റിനെ പറ്റിയിട്ടാണ് നോട്ടിഫൈ ചെയ്യുന്നത്, അത് എപ്പോഴാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ അവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ ആയി. അതായത് ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിട്ടുള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ ഉള്ളിൽ ഫിൽ ചെയ്താൽ മതി. ഓക്കെ, എന്ത് പ്രോഗ്രാം ആണ്, എന്തിനാണ് ആ പ്രോഗ്രാം നടത്തുന്നത്, ആൻഡ് പേർപ്പസ് ഓഫ് ദിസ് ഇവന്റ് ഈസ് ടു, എന്താണ് ഈ ഒരു ഇവന്റിന്റെ പേർപ്പസ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾ ആ പേർപ്പസ് എഴുതാ. ചിലപ്പോൾ സെലിബ്രേഷൻ ആയിരിക്കാം, എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പൊ എന്തെങ്കിലും സെമിനാർ ഒക്കെ നടത്തുകയാണെങ്കിലും അതൊരു ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ, നോളജ് ഗെയിൻ ചെയ്യാനായിരിക്കാം അല്ലെ. സോ ഇത്തരത്തിലുള്ള ആ ഒരു പ്രോഗ്രാം കൊണ്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പേർപ്പസ് എന്താണ് അത് നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. All interested students or participants are requested to register. ഇനിയിപ്പോ ആർട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ രജിസ്ട്രേഷൻ ഉണ്ടാവില്ലേ. ഇപ്പൊ രജിസ്റ്റർ ചെയ്യേണ്ട പ്രോഗ്രാം ആണെങ്കിൽ എല്ലാവരോടും രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെടാം അല്ലെ. ഓൾ ആർ ഇൻവൈറ്റഡ് ടു പാർട്ടിസിപ്പേറ്റ്, നമ്മുടെ നോട്ടീസിന്റെ ഒരു വേറൊരു വേർഷൻ, അതാണ് നമ്മുടെ അനൗൺസ്മെന്റ് എന്നുള്ളത്. ആൻഡ് ഫോർ ക്വയറീസ് കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കാം. ഇത് ഈ അനൗൺസ്മെന്റ് ഇഷ്യൂ ചെയ്തത് ഏതാണ്, ഇപ്പൊ ഹെഡ് മിസ്ട്രസ് ആണെങ്കിൽ ആളുടെ പേരും ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ പൊസിഷൻ ആണ് കേട്ടോ. ഇത്തിരി എഴുതി കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ അനൗൺസ്മെന്റ്. ഇപ്പൊ ഒരു ഇവന്റിനൊക്കെ അറിയിക്കാൻ അല്ലെങ്കിൽ ഒരു ഇവന്റ് ഒക്കെ അനൗൺസ് ചെയ്യാനുള്ള അനൗൺസ്മെന്റിന്റെ ഒരു ഫോമാറ്റ് ആണ് നമ്മളിപ്പോ പഠിച്ചത്. ഇനി നോക്കിക്കേ, ഇനിയിപ്പോ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുകയാണ്, ആ നടക്കുന്ന സമയത്ത് നിങ്ങളോട് ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് പറയാൻ വേണ്ടിയിട്ട് പറയാണ്. ഇപ്പൊ ഇനോഗ്രേഷൻ ഒക്കെ നടക്കുന്നതിന് മുന്നേ നമ്മളൊരു ഇൻട്രൊഡക്ടറി, ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറയൂലേ, കമന്ററി പറയുന്ന പോലെ നമ്മളൊരു അനൗൺസ്മെന്റ് കൊടുക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ ഫുട്ബോൾ കമന്ററി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റ്സ് നടക്കുന്ന, ഇപ്പോൾ ടി വിയിലൊക്കെ നടക്കുന്ന പല പല ഇവന്റ്സുകൾ ഉണ്ടാവല്ലോ, ഓരോ ഫിലിം അവാർഡ്സ് ഒക്കെ. അപ്പൊ നമ്മളൊരു ഇൻട്രൊഡക്ടറി ഒരു അനൗൺസ്മെന്റ് കൊടുക്കും, എന്താണ് ഈ ഒരു പ്രോഗ്രാം, എന്തിനാണ് ഇത് നടക്കുന്നത് എന്നൊക്കെയുള്ളത്. സോ അതിനെയാണ് അടുത്ത അനൗൺസ്മെന്റിന്റെ ഫോമാറ്റ്. ഓക്കെ, ആ രീതിയിലുള്ള ഒരു ഫോമാറ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു അനൗൺസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്പീച്ച് നടത്തുന്ന പോലെ തന്നെ എല്ലാവരെയും ഗ്രേറ്റ് ചെയ്തിട്ട് എന്താണ് ആ പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പീച്ചിന്റെ ഒരു സ്മോളർ വേർഷൻ. ഓക്കെ, സോ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, എന്താണ് ഈവനിങ് ആണോ എന്താന്ന് വെച്ചാൽ അവരെ ഗ്രേറ്റ് ചെയ്യുക ടൈം അനുസരിച്ചിട്ട്. വി ആർ പ്ലീസ്ഡ് ടു വെൽക്കം യു ഓൾ ടു ദിസ് ഗാദറിംഗ്. ടുഡേസ് ഇവന്റ് ഹാസ് ബീൻ ഓർഗനൈസ്ഡ് ടു ബ്രിങ് ടുഗെദർ. ആരെയാണ്, ഇപ്പോൾ സ്കൂളിൽ നടക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ സ്റ്റുഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ പോലെയുള്ള പ്രോഗ്രാം ആണെങ്കിൽ പാർട്ടിസിപ്പൻസ് ആയിരിക്കും, ഈ ഗസ്റ്റുകളായിരിക്കാം. ഫോർ എ മീനിങ്ഫുൾ ആൻഡ് എൻജോയബിൾ എക്സ്പീരിയൻസ് വി റിക്വസ്റ്റ് എവറി വൺ ടു കൈൻഡ്ലി ടേക്ക് ദെയർ സീറ്റ്സ് ആൻഡ് മെയിൻറ്റെയിൻ സൈലൻസ് ആസ് വി ബിഗിൻ ഷോർട്ട്ലി. ഇപ്പൊ തന്നെ പ്രോഗ്രാം തുടങ്ങും. ഇനി ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ആ പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കാം, എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ക്വസ്റ്റ്യൻ ഉണ്ടാവും, എന്ത് പ്രോഗ്രാം ആണോ ചോദിച്ചിട്ടുള്ളത് അത് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ പാരഗ്രാഫ് നൽകിയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, കൺക്ലൂഷനിലേക്ക് പോവാം. ഇതിപ്പോ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചൊരു പാറ്റേൺ ആണ് തന്നിട്ടുള്ളത് കേട്ടോ. സോ താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ ആൻഡ് വി ഹോപ്പ് യു ഹാവ് എ വണ്ടർഫുൾ ടൈം വിത്ത് അസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാം.
ഈ പ്രാവശ്യം നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോക്കിക്കേ. ഇർഫാൻ ആലം കംസ് ടു യുവർ സ്കൂൾ ടു ഇനോഗ്രേറ്റ് ദ യൂത്ത് ക്ലബ്. അല്ലെ, യൂത്ത് ക്ലബ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇർഫാൻ ആലം നിങ്ങളുടെ സ്കൂളിലേക്ക് വരാണ്. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ അനൗൺസ്മെന്റ് ഇൻട്രോഡ്യൂസിങ് ഹിം. അപ്പൊ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരികയാണ്. അപ്പൊ നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അവരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യൂലെ, അവരുടെ അച്ചീവ്മെന്റ്സും അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും അവരെ വെൽക്കം ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് കൊടുക്കും. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ അനൗൺസ്മെന്റ് പല രീതിയിലും ചോദിക്കാം. ഏതാണ് എന്നുള്ളത് ക്വസ്റ്റ്യന് തിരിച്ചറിയാം. ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അനൗൺസ്മെന്റ് ഇൻട്രൊഡ്യൂസിങ് ഹിം ആണ് അല്ലെ, അദ്ദേഹത്തിനെ കാണികളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ അതിന്റെ ആൻസർ നമുക്ക് നോക്കിയാലോ. 4 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് എവ്രിവൺ. ടുഡേ ഈസ് എ വെരി സ്പെഷ്യൽ ഡേ ഫോർ അവർ സ്കൂൾ. We are happy to welcome Irfan Alam, a well-known entrepreneur who has changed the lives of many rickshaw pullers in India. കണ്ടോ, അപ്പൊ അവന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് രീതിയിലാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്താണ്, ഈ കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. സോ അദ്ദേഹം ഒരു ഓൺടർപ്രണർ ആണ്. അതുപോലെ തന്നെ ഒരുപാട് റിക്ഷാ പുള്ളേഴ്സിന്റെ, ഇന്ത്യയിൽ ഒരുപാട് റിക്ഷാ പുള്ളേഴ്സിന്റെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുള്ള ആളാണ് ഇർഫാൻ ആലം. When he was just 17 years old, he got the idea of helping rickshaw pullers earn more by selling water and other useful items to passengers. അപ്പൊ നമ്മൾ ഇത് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്, എങ്ങനെയൊക്കെയാണ് ഇർഫാൻ ആലം റിക്ഷാ പുള്ളേഴ്സിനെ ഹെൽപ്പ് ചെയ്തിട്ട് അതൊരു നല്ലൊരു ബിസിനസ് ആക്കി മാറ്റിയത് എന്നുള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് പോയിന്റ്സ് ഒക്കെ അദ്ദേഹത്തിനെ പറ്റി നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യാം? ഒരാളോട് നിങ്ങൾ അദ്ദേഹത്തിനെ പറ്റി സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് പറയാം. So later he started an organization called Saman, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്, which helps rickshaw pullers buy their own rickshaws, get training and earn a better income. His work has brought dignity, confidence and hope to thousands of families. Irfan Alam was also invited to the Entrepreneurship Summit in the United States, where he met great leaders like Nobel Prize winner Muhammad Yunus. അല്ലെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ചാപ്റ്ററിന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എന്റർപ്രണർഷിപ്പ് സമ്മിറ്റ്, US നടന്ന സമ്മിറ്റിൽ അദ്ദേഹം പങ്കെടുത്തു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈഫിൽ നേടിയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ആണ്. ഈ അച്ചീവ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയണം. So we are honored to have such an inspiring person with us today to inaugurate our youth club. Dear students, please join me in welcoming Mr. Irfan Alam to our school. Thank you. So ഇതാണ് നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള അനൗൺസ്മെന്റിന്റെ പാറ്റേൺ. റെഡി ആണല്ലോ? ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ഒരു വ്യക്തിനെ പറ്റി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഗ്രീറ്റിംഗ്സ് വേണം. അതുപോലെ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരാളോട് പറയുന്ന രീതിയിൽ, നമ്മൾ സ്പീച്ച് നടത്തുന്ന രീതിയിൽ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിനൊരു ക്ലോസിംഗും കൊടുക്കുക അല്ലെ. വെൽക്കം ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലോസിംഗും കൊടുത്താൽ എന്തായി? നമ്മുടെ അനൗൺസ്മെന്റിന് 4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു 4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് കിട്ടും. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ലവ് യു ഓൾ. ബൈ.